പശ്ചിമേഷ്യയിൽ വീണ്ടും രൂക്ഷമായ സംഘർഷം. ഈ സാഹചര്യത്തിൽ ഗൾഫ് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തണമെന്ന് പൈലറ്റുമാർ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വ്യോമയാന മേഖലയ്ക്ക് ഗുരുതരമായ സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുന്നുവെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം ദിനംപ്രതി രൂക്ഷമാകുകയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ചോദ്യം വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ഇറാൻ തന്റെ ആണവ പദ്ധതി വീണ്ടും പുനർനിർമ്മിക്കുകയാണോ? അമേരിക്കയും ഇസ്രയേലും തുടർച്ചയായി നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് ശേഷവും അയവില്ലാതെ ഇപ്പോൾ യുദ്ധാന്തരീക്ഷം വീണ്ടും മൂർച്ഛിക്കുകയാണ്. ഇത് വലിയ തരത്തിൽ തന്നെ ലോകരാജ്യങ്ങളെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. ആയതിനാൽ തന്നെ വ്യോമഗതാഗതവും താറുമാറാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം വഷളാകുന്ന സാഹചര്യത്തിൽ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസ് ഉടൻ തന്നെ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാണ് പൈലറ്റുമാർ ആവശ്യപ്പെടുന്നത്. കാരണം വ്യോമയാന മേഖലയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണ് അമേരിക്ക ഇറാൻ യുദ്ധം നിലവിൽ ഉയർത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. അതിനാൽ സുരക്ഷാ അവലോകനം പൂർത്തിയാകുന്നതുവരെ UAEയിലേക്കും മറ്റ് ഉയർന്ന അപകട സാധ്യതയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുമുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കാനാണ് സംഘടനകൾ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ദുബായ്, അബുദാബി തുടങ്ങിയ സ്ഥലങ്ങൾക്ക് നേരെയുള്ള പ്രത്യക്ഷമായ ഭീഷണികളും അമേരിക്ക ഇറാൻ യുദ്ധവും വിമാന സർവീസുകളുമായി ബന്ധപ്പെട്ട അപകട സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംഘർഷബാധിത പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിനു മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങൾക്ക് സൈനിക നടപടികൾക്ക് പുറമെ മറ്റു ഭീഷണികളും നിലനിൽക്കുന്നുണ്ടെന്നും പറയുന്നു. വിമാന ജീവനക്കാർക്ക് കൃത്യസമയത്ത് വിവരങ്ങൾ ലഭിക്കുന്നതിലെ പരിമിതികൾ, GPS തടസ്സങ്ങൾ, പെട്ടെന്ന് മാറുന്ന വ്യോമപാത നിയന്ത്രണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധമുറകൾ തുടങ്ങിയവയും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരമൊരു അന്തരീക്ഷത്തിൽ ചെറിയൊരു തെറ്റിദ്ധാരണ പോലും വലിയൊരു യുദ്ധത്തിന് കാരണമായേക്കാമെന്നും പൈലറ്റുമാരുടെ സംഘടന പറയുന്നുണ്ട്. വ്യോമയാന വിദഗ്ധർ, സുരക്ഷാ ഏജൻസികൾ എന്നിവർ ചേർന്ന് സുരക്ഷാ ഭീഷണി വിലയിരുത്തി സർവീസ് നടത്താൻ അനുയോജ്യമായ സമയമാണെന്ന് അറിയിക്കുന്നതുവരെ ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ വിമാന കമ്പനികളുടെ സർവീസ് നിർത്തിവെക്കണമെന്നാണ് പൈലറ്റുമാർ പറയുന്നത്. ഒരാഴ്ച മുമ്പാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും പുനരാരംഭിച്ചത്. ഇത് ഇരു രാജ്യങ്ങളും സമാധാനത്തിലുള്ള കരാറിൽ ഒപ്പിട്ട് ആഴ്ചകൾ കഴിഞ്ഞതിനു ശേഷമാണ്. വീണ്ടും അമേരിക്കയും ഇറാനും നേർക്കുനേർ വരുമ്പോൾ അത് വ്യോമതാവളത്തെ താറുമാറാക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.